മമ്മൂട്ടിയുടെ ഓരോ സിനിമകൾ പുറത്തിറങ്ങുമ്പോഴും മലയാള സിനിമാ പ്രേക്ഷകർക്കൊരു പ്രതീക്ഷയാണ്. സ്ഥിരം നായിക സങ്കല്പങ്ങൾ വിപരീതമായി പുതുതായി അല്ലെങ്കിൽ വ്യത്യസ്തമായി എന്തെങ്കിലും മമ്മൂട്ടി കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ച ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടിയാണ് കളങ്കാവൽ എന്ന സിനിമ ഡിസംബർ 5-ന് തിയേറ്ററിലെത്താൻ പോകുന്നത്. ചിത്രത്തിൽ താനൊരു പ്രതിനായകനാണെന്ന് മമ്മൂട്ടി തന്നെ തുറന്നു പറഞ്ഞോടെ സിനിമ കാണാനുള്ള ആവേശം പ്രേക്ഷകർ ഇരട്ടിയായി കഴിഞ്ഞു. അതിനുള്ള തെളിവാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന പ്രീസെയിൽ കണക്ക്. കളങ്കാവൽ തിയേറ്ററിലെത്താൻ വെറും 3 ദിവസം ബാക്കിയുള്ളപ്പോൾ ഈ അവസരത്തിൽ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷനും പുറത്തുവരികയാണ്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രം അഡ്വാൻസ് സെയിലിൽ 1,05,00,000 രൂപ കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടി കളക്ഷനാകുമ്പോൾ പ്രീസെയിലിൽ മികച്ച തുക കരസ്ഥമാക്കാൻ കളങ്കാവലിന് സാധിക്കും. കൂടാതെ ഇന്ന് പ്രണവ് മോഹൻലാൽ ചിത്രം ഡി.സി.യുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ കളങ്കാവൽ മറികടക്കുമെന്ന് ട്രാക്കുകൾ വിലയിരുത്തുന്നു. അതേസമയം മികച്ച ബുക്കിംഗും സിനിമയ്ക്ക് നടക്കുന്നുണ്ട്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ. വിനായകനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പ്രീ റിലീസ് ടീസർ വിനായകന് ഒരു പാസ്റ്റ് ഉണ്ടോ എന്ന തോന്നൽ സമ്മാനിപ്പിക്കുന്നു. ഒപ്പം അൺപ്രഡിക്റ്റബിൾ സിനിമയാണെന്ന് ടീസർ സൂചന നൽകുന്നു. മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മാണം. ദുൽഖർ സൽമാന്റെ ബേബിയർ ഫിലിംസാണ് കളങ്കാവൽ കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥയൊരുക്കിയത്. ക്രൈം ത്രില്ലറായി ഒരുക്കുന്ന ചിത്രത്തിൽ 22 നായികമാരുണ്ട്. ചിത്രത്തിന് യു.എ 16+ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്.